കമലേഷ്, ഈ ക്രൈംബ്രാഞ്ചിൻ്റെ പഴുതടച്ചുള്ള നീക്കം, അതുമായി ബന്ധപ്പെട്ട് ഇന്ന് മൊഴിയെടുത്തത് അടക്കമുള്ള വിശദാംശങ്ങൾ നിർഭൻ നൽകി. ഇതിൻ്റെ ഒരു തുടർച്ചയായി കാണേണ്ട ഒന്ന്, കമലേഷ് തെക്കേക്കാട്, ഈ റിപ്പോർട്ടുകളൊക്കെ പ്രതിയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സ്പീക്കർക്ക് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകും. അങ്ങനെയാണെങ്കിൽ സ്പീക്കറുടെ വിവേചനാധികാരത്തിൽ നിർണായകമായ തീരുമാനങ്ങൾക്ക് സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അത്തരം ചട്ടങ്ങൾ അനുവദിക്കുന്നുണ്ടോ? ഇത്യാദി വിവരങ്ങളിലേക്ക്, വിശദാംശങ്ങളിലേക്കൊന്ന് പോയാൽ. അജിംഷാദ്, ഇത് നിയമപരമായ, അതായത് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പാലിക്കേണ്ട നിയമപരമായ ഒരു കാര്യമാണ്. സ്വാഭാവികമായും ഒരു നിയമസഭാ അംഗമാണ് ഈ പ്രതിസ്ഥാനത്തുള്ളയാൾ എന്നുള്ളത് കൊണ്ട് തന്നെ സ്പീക്കറെ ഇക്കാര്യം അറിയിക്കേണ്ടതുണ്ട്. ഒരു MLA-ക്കെതിരെ ഏത് തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കുമ്പോഴും ഇനിയിപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകണമെങ്കിൽ പോലും അത് സഭാനാഥനായ സ്പീക്കറെ ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ധരിപ്പിക്കേണ്ടതുണ്ട്. സ്പീക്കറുടെ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ നേടേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ MLA, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ കേസിൽ പ്രതിയാണ് എന്നുള്ള കാര്യം, അതായത് ഇദ്ദേഹത്തെ പ്രതി ചേർത്തിട്ടുണ്ട് എന്ന വിവരം സ്പീക്കറെ അറിയിക്കുന്നത് എന്നുള്ളതാണ്. ക്രൈംബ്രാഞ്ച് ഇന്ന് തന്നെ ഈ സ്പീക്കറുടെ ഓഫീസിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തയാഴ്ച, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, അടുത്തയാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും സ്പീക്കർ ഇത് സംബന്ധിച്ച് ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതൊക്കെ തന്നെ വളരെ നിർണായകമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഘടകമാണ്. നിലവിൽ ഇപ്പോൾ ഈ എടുത്തിട്ടുള്ള കേസിന്റെ ഉൾപ്പെടെ, അതുപോലെ തന്നെ FIR-ന്റെ ഉൾപ്പെടെ വിവരങ്ങളാണ് സ്പീക്കറെ ക്രൈംബ്രാഞ്ച് സംഘം, അന്വേഷണ സംഘം ധരിപ്പിക്കുക. ഏതായാലും ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിന് സഭയ്ക്കകത്ത്, അഥവാ രാഹുൽ സഭയ്ക്കകത്ത് എത്തിയാൽ പോലും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള പരിരക്ഷയും ഒരു സംരക്ഷണവും ഒരു അംഗം എന്നുള്ള നിലയിൽ രാഹുലിന് നൽകാൻ കോൺഗ്രസിന് കഴിയില്ല എന്നുള്ളതാണ്. പ്രത്യേകമായി ഒരു ബ്ലോക്കിലായിരിക്കും രാഹുൽ ഇരിക്കേണ്ടി വരിക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്ന സാഹചര്യമുണ്ടായി, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ MLA എന്നുള്ള നിലയിൽ ഇപ്പോഴും രാഹുൽ മണ്ഡലത്തിൽ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിരോധാഭാസമായി നിലനിൽക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഉൾപ്പെടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നടപടി സ്പീക്കറുടെ ഭാഗത്തു നിന്നും വരുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. ഏതായാലും നിയമപരമായ ചട്ടങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നത്. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പഴുതടച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ക്രൈംബ്രാഞ്ച് പോകുന്നത്. കൃത്യമായ പരാതികൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു കഴിഞ്ഞു, മൊഴികൾ ഉൾപ്പെടെ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ FIR-ന്റെ വിവരങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ പ്രതി ചേർത്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സ്പീക്കറെ നേരിട്ട് ചെന്ന് അറിയിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് പോകുന്നത്. അജിംഷാദ്.